ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നല്ലൊരു തക്കാളി രസത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പൊ എങ്ങനെയാണ് ഈ തക്കാളി രസം തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ? ഇതിനായിട്ട് ഞാൻ ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 സ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഈ ഒരു പരുവത്തിന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 കഷ്ണം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും ചേർത്ത് കൊടുക്കാം. ഒപ്പം ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിന്റെ പച്ച സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പൊ ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ രസം തയ്യാറാക്കാൻ എപ്പോഴും പഴുത്ത തക്കാളി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പഴുത്ത തക്കാളി ഇതേപോലെ അരിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നുള്ള് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് നമ്മൾ ആദ്യം ചേർത്തത് കൊണ്ട് രണ്ടാമത് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് ഇനി എരിവ് വേണമെങ്കിൽ ഈ സമയത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ ചെറിയ നാരങ്ങേന്റെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. അത് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു പാത്രം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഒരു പാത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ തക്കാളിയും കൂടി ചേർക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി പുളി ഉണ്ടാവും. അതനുസരിച്ച് വേണം നമ്മൾ പുളി ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. അതിനുശേഷം 1 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടാം. നന്നായിട്ടൊന്ന് തിളച്ചു വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും രസം ഉണ്ടാക്കാൻ അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. നന്നായിട്ടൊന്ന് തിളച്ചു വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരുവത്തിന് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് അതുവരേക്കും ബൈ.